നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക സമാധാനത്തിനുള്ള നോബൽ പ്രൈസിനായിട്ട് ട്രംപ് അണിയറയിൽ പല നീക്കങ്ങളും നടത്തുന്നുണ്ട്. താൻ അധികാരത്തിലേറിയതിനു ശേഷമാണ് പല ഭാഗങ്ങളിൽ നടക്കുന്ന ഏഴോളം യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതെന്ന് പല വേദികളിലും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വന്തം രാജ്യത്ത് നടക്കുന്ന ഭീകരാക്രമണങ്ങളെ തടുക്കാൻ ട്രംപിന് സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് അമേരിക്കയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ മിഷിഗണിൽ പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്നതിനിടെ വെടിവയ്പിൽ 4 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 8 പേർക്ക് പരിക്കേറ്റു. മിഷിഗണിലെ ഗ്രാൻഡ് ബ്ലാങ്ക് ടൗൺഷിപ്പിലെ ലാറ്റർ ഡേ സെയിൻസ് പള്ളിയിൽ കഴിഞ്ഞ ദിവസം ആരാധനയ്ക്കിടെ തോക്കുമായി എത്തിയ ആക്രമി വെടിയുതിർക്കുകയായിരുന്നു. കെട്ടിടത്തിന് തീയിട്ടു. അക്രമത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. അക്രമിയെ പോലീസ് വെടിവെച്ചതായാണ് വിവരം. സംഭവ സമയത്ത് പള്ളിക്കുള്ളിൽ 100-ലധികം പേർ ഉണ്ടായിരുന്നു. പ്രാർത്ഥന നടക്കുന്നതിനെ അക്രമി പള്ളിയുടെ മുൻവാതിലിലൂടെ ഒരു പിക്കപ്പ് ട്രക്ക് ഇടിച്ചു കയറ്റി. തുടർന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി വെടിയുതിർക്കുകയായിരുന്നു. അതിനുശേഷമാണ് തീയിട്ടത്. ഈ തീ അണയ്ക്കാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു. അക്രമശേഷം പള്ളിയിൽ നിന്ന് കടന്നു കളഞ്ഞ അക്രമിയെ പോലീസ് പിന്തുടർന്ന് വെടിവെക്കുകയായിരുന്നു. അക്രമി എത്തിയ പിക്കപ്പ് ട്രക്ക് പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഫ്ലിന്റിന് പുറത്ത് ഏകദേശം 40,000 പേരടങ്ങുന്ന ഗ്രാൻഡ് ബ്ലാങ്ക് ടൗൺഷിപ്പിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ബറ്റണിൽ നിന്നുള്ള 40-കാരനായ തോമസ് ജേക്കബ് സ്റ്റാൻഫോർഡാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞു. ബറ്റണിലുള്ള പ്രതിയുടെ വസതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംഭവത്തെ ഭീകരമെന്ന് വിശേഷിപ്പിച്ചു. അക്രമം ഉടനടി അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം തന്റെ സോഷ്യൽ ട്രൂത്ത് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ആരാധനാലയത്തിലെ അക്രമം ഭീരുത്വപരവും കുറ്റകരവുമാണെന്ന് FBI ഡയറക്ടർ കാഷ് പട്ടേൽ അഭിപ്രായപ്പെട്ടു. അക്രമിയുടെ ലക്ഷ്യം അജ്ഞാതമായി തുടരുമ്പോൾ ഈ ദാരുണമായ സംഭവം US-ലെ ആരാധനാലയങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓഗസ്റ്റിൽ മിനിയാപോളിസിലെ ചർച്ച് ഓഫ് ദി അനൗൺസിയേഷൻ കുർബാനയ്ക്കിടെയുണ്ടായ വെടിവെപ്പിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം US-ലെ ഗ്രാൻഡ് ബ്ലാങ്ക് ഫ്ലിന്റ് മേഖലയിലുള്ള ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിൻസിലാണ് രാവിലെ 10:25 ആക്രമണമുണ്ടായത്. സാൻഫോർഡ് തന്റെ വാഹനം പ്രധാന കവാടത്തിലൂടെ ഓടിച്ചു കയറ്റിയ ശേഷം ഒരു റൈഫിൾ ഉപയോഗിച്ച് ആരാധനാ ചടങ്ങിൽ പങ്കെടുത്ത വിശ്വാസികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അക്രമി പള്ളിക്ക് തീയിടുകയും ചെയ്തുവെന്ന് പോലീസ് മേധാവി വില്യം ബ്രനെ അറിയിച്ചു. ആക്രമണ സമയത്ത് 100-കണക്കിന് ആളുകൾ പള്ളിക്ക് ഉള്ളിലുണ്ടായിരുന്നു. 10 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇതിൽ 7 പേരുടെ നില തൃപ്തികരമാണെങ്കിലും ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിലാണ്. അമേരിക്കയിലെ മിഷിഗണിലെ ഒരു മോർമോൺ പള്ളിയിൽ ആക്രമണം നടത്തി 4 പേരെ വധിക്കുകയും പള്ളിക്ക് തീയിടുകയും ചെയ്ത സംഭവത്തിലെ പ്രതിയുടെ വിശദാംശങ്ങളും പുറത്തുവന്നു. സംഭവത്തിൽ 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അക്രമിയായ തോമസ് ജേക്കബ് സാൻഫോർഡിലെ പോലീസ് വെടിവെച്ച് കൊന്നിരുന്നു. സാൻഫോർഡ് ഇറാഖുമായുള്ള യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികനായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇന്നലെ രാവിലെ 10:25 ഗ്രാൻഡ് ബ്ലാങ്കിലെ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിൻസ് പള്ളിയിൽ ഒരു ആരാധനയ്ക്കായി ഒത്തുകൂടിയ കുട്ടികൾ ഉൾപ്പെടെ 100-കണക്കിന് ആളുകൾക്ക് നേരെ ഇയാൾ വെടിയുതിർത്തത്. വെടിയേറ്റ 2 പേർ മരിച്ചതായി രാത്രി തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. തീ അണച്ചതിനു ശേഷം കത്തി നശിച്ച പള്ളിയിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. എന്നാൽ ആക്രമണത്തിന് ഇരയായ കുറെ ആളുകൾ ആരാണെന്ന കാരണം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. പള്ളിയിലേക്ക് പോയ ആരെയെങ്കിലും കാണാതായിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പള്ളി ഇതുവരെ പൂർണ്ണമായും വൃത്തിയാക്കിയിട്ടില്ല. ഉദ്യോഗസ്ഥർ ഇപ്പോഴും മൃതദേഹങ്ങൾക്കായി തിരച്ചിൽ നടത്തുകയാണ്. പള്ളിക്ക് തീയിടുന്നതിന് മുൻപ് സാൻഫോർഡ് ഏതെങ്കിലും തരത്തിലുള്ള ഇന്ധനം ഇതിനായി ഉപയോഗിച്ചതായി കരുതപ്പെടുന്നു. അത് ഗ്യാസോലിനാണെന്നാണ് സൂചന. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതായി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവ തീപിടുത്തത്തിന് ഉപയോഗിച്ചതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തിയ ആക്രമണമാണെന്നാണ് പറയപ്പെടുന്നത്. ആക്രമിയായ സാൻഫോർഡിന് ഭാര്യയും കുട്ടികളുമുണ്ട്. 2004 മുതൽ 2009 വരെ ഇയാൾ ഇറാഖിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ 7 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പ്രാർത്ഥനയ്ക്കായി പള്ളിയിലെത്തിയ പലരും ജീവൻ പണയപ്പെടുത്തിയാണ് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളെ രക്ഷപ്പെടുത്തിയ കുട്ടികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. സാൻഫോർഡ് തന്റെ വാഹനം കെട്ടിടത്തിന്റെ മുൻവാതിലൂടെ ഇടിച്ചു കയറ്റിയതിനു ശേഷമാണ് ഒരു അസോൾട്ട് റൈഫിൾ ഉപയോഗിച്ച് വെടിയുതിർത്തത്. ആക്രമണം നടക്കുന്ന സമയത്ത് പള്ളിക്കുള്ളിൽ 100-ലധികം പേർ ഉണ്ടായിരുന്നു. ആക്രമണം നടത്തി മിനിറ്റുകൾക്കുള്ളിൽ സംഭവസ്ഥലത്തെത്തിയ പോലീസ് അക്രമിയെ വധിക്കുകയായിരുന്നു. സാൻഫോർഡിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ രേഖകളും പരിശോധിക്കും. സംഭവത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപലപിച്ചിട്ടുണ്ട്. ആക്രമണം നടന്ന പള്ളിയുടെ പ്രസിഡന്റായിരുന്ന റസൽ എം നെൽസൺ മരിച്ച് ഒരു ദിവസത്തിന് ശേഷമാണ് മാരകമായ വെടിവെയ്പ് നടന്നത്. 101 വയസ്സുകാരനായ അദ്ദേഹം സഭയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റായിരുന്നു. ഏതായാലും
അമേരിക്കയെ നടുക്കിക്കൊണ്ടാണ് വീണ്ടും ഒരു ഭീകരാക്രമണം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ട്രംപിന്റെ ഏറ്റവും അടുത്ത അനുയായിയും ഇത്തരത്തിൽ പൊതുമധ്യത്തിൽ വെടിയേറ്റു മരിച്ച സംഭവം അമേരിക്കയെ നടുക്കിയിട്ടുണ്ടായിരുന്നു. മറ്റുള്ള രാജ്യങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഘോരഘോരമായി പ്രസംഗിക്കുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ്. മാത്രവുമല്ല, സ്വന്തം രാജ്യത്തെ ആളുകളുടെ സുരക്ഷയ്ക്കുപരി മറ്റുള്ള രാജ്യങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങൾക്കെതിരെയുള്ള താരിഫ് യുദ്ധമടക്കം ഇപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം രാജ്യത്ത് അമേരിക്കയിൽ ഇപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യാതൊരു കൂസലുമില്ലാതെയാണ് അക്രമികൾ അവിടെ വിലസുന്നത്. പൊതുമധ്യത്തിൽ, പള്ളികളിൽ തുടങ്ങിയിട്ടുള്ള ആരാധനാലയങ്ങളിലൊക്കെ തന്നെ ആളുകൾ ഒത്തുകൂടുന്നിടത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നൊബേൽ സമ്മാനത്തിനുള്ള മുറവിളി കൂട്ടുമ്പോഴും സ്വന്തം രാജ്യത്ത് എന്താണ് അദ്ദേഹം നടക്കുന്നതെന്ന് വിലയിരുത്തി ജനങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ എന്നാണ് ജനങ്ങളടക്കം തന്നെ പറയുന്നത്.